യമാലിനെതിരെ ഒരു നെഗറ്റീവ് PR വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മീഡിയാസ് മൊത്തം പുള്ളിനെ ഒരു സൈക്കോപാത്തായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മാത്രമല്ല ജൂനിയർ ഡി എന്നൊക്കെയാണ് പുള്ളിനെ വിളിക്കുന്നത്. ഇതൊന്നും സത്യമല്ല, അല്ലെങ്കിൽ മറ്റാരാലോ പടച്ചുവിടുന്ന കള്ളങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആ വിവാദപരമായ ബർത്ത്ഡേ പാർട്ടീനെ എടുക്കാം. അതിലെ ഏറ്റവും വിവാദമായതായിരുന്നു ആ മോഡല്. എന്നാൽ പിന്നീട് ഈ മോഡൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും യമാലിന്റെ ഒഫീഷ്യൽസോ ഡയറക്ട്ലി പറഞ്ഞതല്ല, ഇത് പുള്ളിക്കാരി മറ്റൊരാളിൽ നിന്നും അറിഞ്ഞതാണെന്നൊക്കെ. ദാറ്റ് മീൻസ് ഫെയിമിന് വേണ്ടി പച്ചക്കള്ളം പറഞ്ഞ നടത്തും. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം പൈസ കൊടുത്ത് ഒതുക്കിയെന്നൊക്കെ. പക്ഷെ പൈസ കൊടുത്ത് ഒതുക്കിയതാണെങ്കിൽ ഈ റിപ്പോർട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും മീഡിയസിൽ കണ്ടോ? കണ്ടില്ലല്ലോ. അതാണ്. ഇനി ആ പൊക്കം കുറഞ്ഞവര്, ആ ഡോർഫുകൾ പങ്കെടുത്തത്, അതിൽ ഒരാൾ തന്നെ പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പാർട്ടിയിലേക്ക് നമ്മൾ ബാക്കി എല്ലാവരെയും പോലെ തന്നെയാണ് പോയത്, അല്ലെങ്കിൽ ഞങ്ങളെ അവരാരും അബ്യൂസ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് എല്ലാവരും റെസ്പെക്റ്റ് ആണ് തന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. വലിയ സെലിബ്രിറ്റീസും ഫ്രണ്ട്സും മോഡൽസും ഒക്കെ വന്ന പാർട്ടി ആയിട്ടും ഒരു തുള്ളി ആൽക്കോൾ പോലും അതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷെ ഇതൊന്നും മീഡിയ പറയുന്നില്ല, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഒഴിവാക്കും. ദാറ്റ് മീൻസ് സംതിങ് ഹാപ്പനിങ്. ഈ കാണുന്നതൊന്നുമല്ല സത്യം, ഈ കാണിക്കുന്നതല്ല സത്യം. ആരൊക്കെയോ ഈ 18 വയസ്സുകാരനെ പേടിക്കുന്നുണ്ട്.